രാവിലെ പോയി നല്ല തണുപ്പായതുകൊണ്ടേ അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ നല്ല പണിയാട്ടോ. ഇന്ന് എനിക്ക് വർക്കിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അതിനൊക്കെ വന്നപ്പോൾ നമ്മൾ മീനും മേടിച്ചു. ആട്ടിയ വെളിച്ചെണ്ണ കഴിയാറായിരുന്നു. പിന്നെ തെങ്ങുമ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് പൊളിച്ച് ഇന്നലെ വെട്ടിയിരുന്നു. ഇന്നലെ രാത്രി അത് നമ്മൾ ഹാളിലായിരുന്നു ഇട്ടത്. അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടേ വേഗം പോയിട്ട് അടിച്ചു വാരി തുടച്ചു. അടിച്ചു വാരി തുടക്കലൊക്കെ പകുതിയായപ്പോഴേ വെള്ളമൊക്കെ തിളച്ചിരുന്നു. പിന്നെ അരിയൊക്കെ കഴുകി അതിലിട്ടു. ഞാൻ വർക്കിന് പോകുന്ന സ്ഥലം വലിയ കുന്നാട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഉമ്മ പിന്നെ മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പിന്നെ മീൻകറി ഉണ്ടാക്കാനുള്ള തക്കാളിയും വെല്ലുവിളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. ഇന്നിപ്പോൾ ദോശക്കും മീൻകറി തന്നെ കേട്ടോ. പിന്നെ മീൻകറിക്കുള്ള പുളിവെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേ കഴുകിയ മീൻ അതിലൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. ഈ സമയം കൊണ്ട് നമ്മൾ ചോറുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊക്കെ വേഗം ഊറ്റിയെടുത്തു. ഇന്നിപ്പോൾ കടിയേ പച്ചരി അരച്ച ദോശ കേട്ടോ. പിന്നെ ചോറൊക്കെ ആയപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് ദോശയൊക്കെ ചുട്ടെടുത്തു. ദോശയാണെങ്കിലേ ഇവിടുത്തെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അടുപ്പത്തുനിന്ന് ഇങ്ങനെ ചൂടോടുക്കന്നെ ചുട്ടുകൊടുത്താലേ കറിയുടെ ആവശ്യമൊന്നും വേണ്ടത് കഴിക്കാൻ കേട്ടോ. ഞങ്ങളിവിടെ പിന്നെ 3 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ദോശയൊക്കെ ചുട്ടാൽ മതി. ഇതിൻ്റെ ഇടയിൽ ഉമ്മ പിന്നെ മീനൊക്കെ കഴുകി മസാലയാക്കി വെച്ചു. പിന്നെ ചായക്കുള്ള പാലൊക്കെ തിളച്ച് വന്നപ്പോൾ അതിൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. അപ്പോഴൊക്കെ എനിക്ക് പോകാൻ ടൈമായിരുന്നു. ഇന്ന് എനിക്ക് വാഴയിലയിൽ ചോറ് കൊണ്ടുപോകാനാട്ടോ ആഗ്രഹം. വാഴയിലൊക്കെ വെട്ടി അത് വാട്ടി അതിൽ ചോറൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് മാങ്ങാച്ചാറും പൊരിച്ച 2 മീനും അതിൽ വെച്ച് കൊടുത്തു. കുറച്ച് മീൻകറി അതിലേക്ക് തൂവിക്കൊടുത്തു. അങ്ങനെ പൊതിയൊക്കെ പൊതിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ പോകുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഭയങ്കര വിശപ്പെട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. 5 മണിക്കാണ് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് പോവുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.